എന്താ വേതാളത്തെ പോലെ എന്റെ ഒപ്പം വരുന്നുണ്ടോ നീ? അതൊന്നും അല്ല, ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. അതറിഞ്ഞിട്ട് നിനക്കെന്തിനാ? ആവശ്യമുണ്ടല്ലോ. അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ തന്നിട്ടാ പോയത്, നിങ്ങൾക്ക് നല്ല റെസ്റ്റ് വേണമെന്ന്. ഇങ്ങനെ കറങ്ങി നടക്കുന്ന പരിപാടിയൊക്കെ മാറ്റി വെച്ചേര്. അതിന് ഞാൻ നിന്നെ പോലല്ല കറങ്ങി നടക്കാനായിട്ട്. എനിക്ക് പുറത്തു പോയിട്ട് ജോലിയുണ്ട്. അമ്മ പറഞ്ഞു എന്നാ പറഞ്ഞത്, ചെവി കേക്കില്ലേ? ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. വെറുതെ എന്റെ തല തിന്നണ്ട, എനിക്ക് ജോലിയുണ്ട്. ആണോ? നിക്ക് കാണിച്ചു തരാം. അമ്മ അമ്മ വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കില്ല. അമ്മ അമ്മ നിന്നോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഓ, നിങ്ങൾ വീണ്ടും തുടങ്ങിയല്ലേ? എന്തിനാ ഈ ബഹളം? എന്താ കാര്യം? ഇവൾ ഇങ്ങനെ തന്നെയാ അങ്കിളെ. അല്ല, അങ്കിൾ ഇന്ന് നേരത്തെ വന്നല്ലോ. എന്തിങ്ങനെയാണെന്ന്? ഞാനെന്താ നിങ്ങളെ ചൊറിഞ്ഞ് വഴക്കൊണ്ടൊക്കെ വന്നതാ? നിന്റെ നല്ലതിനല്ലേ പറഞ്ഞത്? അമ്മ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇറങ്ങി പോകാൻ പോയത് മറന്നുപോയോ? വെറുതെ എന്നെ കുറ്റം പറയണ്ട കേട്ടോ. അതെ, നീ വെറുതെ അവനെ ചൊറിഞ്ഞ് വഴക്കിന് പോയതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് അത് തന്നെയാ. കുറച്ചൊന്നും മിണ്ടാതിരിക്കെ, എന്നിട്ട് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അങ്കിളെ. നിന്റെ കൈക്ക് എങ്ങനെയുണ്ട് കണ്ണാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിളെ. ഞാനിപ്പോ നല്ല ബെറ്റർ ആണ്, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയൊന്നും കരുതി നെഗ്ലക്ട് ചെയ്യണ്ട, സൂക്ഷിക്കണം കേട്ടോ. ഇല്ല അങ്കിളെ, അങ്ങനൊന്നും ചെയ്യില്ല. അച്ഛാ, അച്ഛൻ ഇന്ന് വളരെ നേരത്തെ ആണല്ലോ. എന്റെ ജോലി വേഗം കഴിഞ്ഞോ? അതിഥി കണ്ണാ, എന്താ ഇത്? എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നല്ലോ. നിങ്ങൾ എന്താ കഴിക്കുന്നേ? പ്രമീള ഉണ്ടാക്കി അയച്ചതാണ്. എന്ത് നന്നായിട്ടുണ്ടെന്നറിയാവോ? വാ, വന്ന് കഴിക്ക്. നേരത്തെ ആരതി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനത്തെ റൊട്ടിയും ചട്നിയും പ്രമീള ഉണ്ടാക്കുന്ന പോലെ വേറെ ആരും ഉണ്ടാക്കില്ലാന്ന്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ഹൗ സ്വീറ്റ് ഓഫ് ഹർ. ഉണ്ടാക്കി തന്നു വിട്ടല്ലോ. റൊട്ടിയുടെ കൂടെ എന്ത് ചട്നിയാ കഴിക്കുന്നത്? പുതിന കൊണ്ടുള്ള ചട്നി അമ്മേ, നല്ലതാ, വരൂ. വാട്ട്? പുതിന ചട്നിയോ? എന്താ മുത്തരന്റെ ഇങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല. പക്ഷേ ഇത് ആദ്യക്ക് കഴിക്കാൻ കൊടുത്തില്ലല്ലോ അല്ലേ? അതെന്താ അമ്മേ? ഇപ്പോഴാണ് ആദ്യക്ക് കൊടുക്കാനായിട്ട് അമൂല്യ അത് കൊണ്ടുപോയത്. എന്തു പറ്റി? എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറയച്ചാ. നാളെ എന്റെ ജോലിയുടെ അവസാനത്തെ ദിവസമാണ്. നാളെയോ? പിന്നെ മാസാവസാനം എന്ന് പറഞ്ഞിട്ട്? അതെ മോളെ, ഞാനും അങ്ങനെ ധരിച്ചത്. പക്ഷെ നാളെ അവസാന ദിനം. ഇന്ന് ജോലി അല്പം കുറവായിരുന്നു. വേഗം പോയിക്കൊള്ളാൻ പറഞ്ഞു. നേരെ പോന്നു. നാളെ ഡിപ്പോയിൽ എല്ലാവർക്കും സെൻഡ് ഓഫ് കൊടുക്കുവോ? അങ്കിളിനും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾക്കും വരാവോ? ഇല്ല മോനെ, അങ്ങനെയൊന്നുമില്ല. കൊറോണ കാരണം കൂടുതൽ ആളെ കൂട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഫംഗ്ഷനൊന്നുമില്ല. അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇനി മുതൽ നിങ്ങളുടെ കൂടെ സമാധാനമായിട്ട് എല്ലാ ദിവസവും കഴിയാലോ. അതോർക്കുമ്പോ സന്തോഷമുണ്ട്. എന്റെ ജോലി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും വലുതാക്കി എടുക്കാനുള്ള ഒരു ശക്തി തന്നില്ലേ? അത്രയൊക്കെ പോരെ മോളെ? ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരും വളരെ നന്നായിന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഇഷ്ടമാവുന്ന എനിക്ക് ഉറപ്പാ. ചെറിയമ്മ ഉണ്ടാക്കിയ ഐറ്റം ആണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയേ വേണ്ട. സൂപ്പർ ആയിരിക്കും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് പൊളിയത്. ഏട്ടത്തിക്ക് ആയതുകൊണ്ട് എക്സ്ട്രാ സ്നേഹം ആഡ് ചെയ്ത് അമ്മ ഉണ്ടാക്കി. പാവം ചെറിയമ്മ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും. അത് അമ്മ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യ. ഇത് ആദ്യം ചേച്ചി കഴിക്കേ.
എന്തു പറ്റി ആന്റി? നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലേ? നിന്റെ മിഡിൽ ക്ലാസ് ഫാമിലി കൾച്ചർ ഒന്നും അല്ല ഇവിടെ. അമ്മ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നേ? ഇവിടെ എന്തു പറ്റീന്നാ? അമ്മ എന്തു പറ്റി? ഇവിടെ നിങ്ങളെല്ലാവരും ഒച്ച വെച്ച് സംസാരിക്കുന്ന കേട്ടല്ലോ. നിന്റെ അനിയത്തി ഇന്ന് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമായിരുന്നു സിദ്ധാർത്ഥ്. ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അതിനെന്താ ചെയ്തേ? ആദ്യക്ക് പുതിനയുടെ അലർജി ഉണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് അത് തന്നെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? നിന്നോടെന്ത് പറയാനാ? അത് കഴിച്ചു കഴിഞ്ഞ് അവക്ക് ദേഹം മൊത്തം പൊള്ളി മുഖമൊക്കെ വീർക്കാൻ തുടങ്ങും. അമ്മേ, പുതിന അലർജി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ ഇത് അരി റൊട്ടി അമ്മേ. ആ റൊട്ടിയോടെ കൂടെ കഴിക്കാൻ തന്നിട്ടുള്ളത് പുതിന ചട്നിയാണ് ആദ്യ. ഓ അതാണോ? ഞാനും ചെക്ക് ചെയ്തില്ല. അല്ല, അത് അവൾക്ക് എങ്ങനെ അറിയാം? അതിനാണോ അമ്മ ദേഷ്യപ്പെടുന്നേ? എല്ലാം ബോർഡ് വെച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അറിയില്ലെങ്കിൽ അത് കഴിപ്പിക്കുന്നതിന് മുമ്പ് അന്വേഷിക്കണം അല്ലേ? ഇല്ലെങ്കിൽ ഇതൊന്നും വീട്ടിൽ നിന്നുണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരരുത്. നിനക്കാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ തന്ന് ശരിയാക്കാന്ന് വെക്കാം. പക്ഷെ നിന്റെ അകത്തുള്ള കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ കാം ഡൗൺ. അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. അറിയായിരുന്നെങ്കിൽ അവൾ അതിവിടെ കൊണ്ടുവരുമായിരുന്നോ? കൊണ്ടുവന്നത് പുതിന ചട്നിയാന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലേ. അത് ഞങ്ങൾക്ക് ആർക്കും ഓർമ്മ വന്നില്ല. പ്ലീസ് ഈ വിഷയം ഇനിയും വലുതാക്കണ്ട. വിക്കി, എനിക്കിത് ഇഷ്യൂ ആക്കാനുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല. ആദ്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു പ്രാവശ്യം ചിന്തിച്ചു നോക്ക്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? ഇപ്പൊ അങ്ങനെ ഒന്നും നടന്നില്ലല്ലോ മദറിന്റെ. അതിനാദ്യം കഴിച്ചില്ലല്ലോ. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? വിക്കി, നീ അമൂല്യെ സപ്പോർട്ട് ചെയ്യാൻ വരണ്ട കേട്ടോ. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നേരം സംസാരിച്ചതൊക്കെ കേട്ടിട്ട് നീ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ഒരെണ്ണത്തിനും ബുദ്ധിയെന്ന് പറയുന്നതില്ല. ഇനി ഇതൊക്കെ എപ്പോഴാണോ പഠിക്കുന്നത്? എനിക്ക് എന്താവശ്യം ഉണ്ടായിരുന്നു? ഞാൻ കാരണം ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അവര് പറഞ്ഞത് സത്യ. ഞാൻ കെയർഫുൾ ആയിട്ട് ഇരിക്കണമായിരുന്നു. പറയാതി മുതുക്കി എവിടെയുള്ളേ? എന്തിനെങ്ങനെ ടെൻഷനിൽ സംസാരിക്കുന്നേ? നീ കാര്യം എന്താന്ന് പറ. നമ്മുടെ ഭാഗത്തുനിന്നൊരു വലിയ തെറ്റ് പറ്റിയടി. തെറ്റോ? എന്ത് തെറ്റു പറ്റിയെന്ന്? അത് അച്ഛൻ നാളെ എന്റെ ജോലിയുടെ അവസാനത്തെ ദിവസം. ഇത് സത്യമാണോ? അയ്യോ ആണടി. അച്ഛന്റെ റിട്ടയർമെന്റ് മാസാവസാനം എന്ന് കരുതി നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ഇപ്പൊ നോക്കുമ്പോ കൊറോണയാന്നുള്ള പേരില് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോഗ്രാമോ ഇത്തവണ വെച്ചിട്ടില്ല. പാവം അച്ഛൻ. ഞാൻ ഇന്നലെ വേറെ ഏതോ ലോകത്തായിരുന്നു ഉള്ളത്. ഇന്നാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുഖം വാടിയായിരുന്നത്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു അവർക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന്. നീ അച്ഛനോട് കാര്യം എന്താന്ന് ചോദിച്ചില്ലേ? ഞാനത് ചോദിച്ചായിരുന്നു. പക്ഷെ അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിവായി. ഞാനും പെട്ടെന്ന് തന്നെ പോരുകയും ചെയ്തു. അച്ഛന്റെ മുഖം കണ്ടിട്ട് നല്ല വിഷമം തോന്നടി. അച്ഛന് നല്ല ടെൻഷൻ ഉണ്ടെന്നാ തോന്നുന്നേ. ഇത്രയും വർഷം ജോലി ചെയ്തതല്ലേ, സമയവും കാലവും നോക്കാതെ ജോലി എന്ന് പറഞ്ഞ് ജീവിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ആ ജോലി കഴിയുമെന്ന് പറയുമ്പോ അതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഓർക്കുമ്പോ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവില്ല അതിഥി? എനിക്കും അങ്ങനെയാ തോന്നിയത്. ഇപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ ഈ കാര്യത്തില് ഒരു കുറവും ഫീൽ ചെയ്യാൻ പാടില്ല.
അവർ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിന് നമ്മളൊരു സെലിബ്രേഷൻ എങ്കിലും ചെയ്യണ്ടേ അതിഥി? അത് നമ്മുടെ കടമയല്ലേ? നിക്ക്, ഞാൻ വീട്ടിലേക്ക് വരാം. ആരതി, അമൂല്യ എവിടെ? അവൾ അപ്പഴേ പോയേട്ടാ. എന്തുപറ്റി? പോയോ അവള്? ഒന്നുമില്ല, എനിക്ക് കുറച്ച് സംസാരിക്കണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇത്ര നേരത്തെ അവള് പോകുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടന്? അതെ മോളെ. എന്താ ഏട്ടാ? ഒന്നുമില്ല, ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് കരുതി. എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് ആ കഴുത കേട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും അവക്ക് നേരമില്ലേ? എന്തൊരു കഷ്ടം ഇത്. ഏട്ടാ, അവള് ഏട്ടന്റെ അടുത്തെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആണോ? എന്താ മോളെ? ഒന്നുമില്ല, അത് അവള് തന്നെ പറയും. അവൾ എപ്പോഴാന്ന് വെച്ചാ പറയട്ടെ. നിന്നോട് പറഞ്ഞ കാര്യം നീ പറ മോളെ. അത് ഐ ലവ് യു എന്നാ. ആസ് എ ഫ്രണ്ട് എന്ന് പറയാൻ പറഞ്ഞു കേട്ടാ. ഞങ്ങളുടെ പ്രേമത്തിന് ഇവരെ സഹായിച്ച, ഇവരുടെ പ്രേമത്തിന് ഞങ്ങളെ സഹായിക്കുന്നു. എന്നാലും ഞങ്ങളുടെ പ്രേമത്തിനേക്കാളും തമാശ കൂടുതൽ ഇവരുടെ പ്രേമത്തിലാ. അതെ അതെ അതേന്ന്. അയ്യാ, എന്താ നിങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുന്നേ? കഴിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ എത്ര പ്രാവശ്യം വിളിച്ചു, എന്താ കേട്ടില്ലേ നിങ്ങള്? അയ്യാ, വരൂ വരൂ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു കണക്ക് നോക്കായിരുന്നു പ്രമി. നിങ്ങൾ എന്ത് ചെയ്യുവാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം ഉള്ളതല്ലേ, വെറുതെ കണക്കൊക്കെ ഒന്ന് നോക്കിയെന്ന് മാത്രം. നീ വെറുതെ തല പുണ്ണാക്കണ്ട. അതിഥി അഞ്ചു, പഠിപ്പൊക്കെ ഇനി ബാക്കി കിടക്കയല്ലേ? അമ്മുന്റെ കല്യാണവും ഇനി നടക്കാനുണ്ടെന്നുള്ള കാര്യമല്ലേ നിങ്ങളിപ്പോ ചിന്തിക്കുന്നേ? അതിനുള്ള കണക്കല്ലേ നിങ്ങളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കയ്യിലിപ്പോ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് വിരലിലുണ്ടാവുന്ന കണക്കൊക്കെ നോക്കി. റിട്ടയർ ആയതിനു ശേഷം ഒന്നിച്ച് ആരതിയുടെ കല്യാണത്തിനുണ്ടായ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും. മാസാമാസം എത്ര പെൻഷൻ കിട്ടുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ബാക്കി എത്രയുള്ളതെന്നൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. ഇനി റിട്ടയർ ഒന്നും ആയില്ലല്ലോ, അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയോ? ഇതൊന്നും ഇന്നത്തെ ഒരു ചിന്തയല്ല പ്രമി, കുറെ നാളുകളായിട്ടുള്ള ചിന്തയല്ലേ. റിട്ടയർ ആകാൻ 1 വർഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാ ഇങ്ങനത്തെ ചിന്തയൊക്കെ തുടങ്ങിയത്. റിട്ടയർ ആയാലും എന്താന്നേ, ജീവിതം ഇതുകൊണ്ടൊന്നും തീരുന്നല്ലോ. ഇത്രയും നാളൊക്കെ നമ്മുടെ ചിന്തയിലും ആഗ്രഹത്തിനും ഒക്കെ ഈ ജോലിയല്ലേ ഒരു വഴിയായിട്ടിരുന്നത്. നാളെ മുതൽ ഈ ജോലി ഉണ്ടാവില്ലല്ലോ, പക്ഷെ ചുമതലകളൊക്കെ ബാക്കിയുണ്ടാവും, അത് തീരില്ല. എല്ലാവരും റിട്ടയർ ആയതിനു ശേഷമുള്ള ജീവിതം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്റെ ജീവിതത്തിൽ അതിനൊന്നും കഴിഞ്ഞില്ല. വരവിനേക്കാൾ ചെലവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു, ഒന്നും കൂട്ടിവെക്കാനും കഴിഞ്ഞില്ല. വെറുതെ മനസ്സ് വിഷമിക്കണ്ട. ഞാന് ഈ പിസ്സ ഓർഡറിന്റെ കൂടെ നമ്മുടെ കേറ്ററിംഗ് ഓർഡറും കൂടെ എടുത്താലോ എന്ന് ആലോചിക്കുക. അമ്മൂനും കൂടെ ഒരു ജോലി ശരിയായ എല്ലാ കാര്യങ്ങളും റെഡിയാവും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഭാരം ഒന്നും ചുമക്കണ്ട. ഇത്രയും വർഷം നീ എന്നോട് ചേർന്ന് നിന്നിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്ന നീ എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടില്ലേ? നിന്റെ ജോലിക്ക് ഒഫീഷ്യലായിട്ട് റിട്ടയർമെന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വയസ്സും ആകില്ല. നീ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയല്ലേ? എന്തായാലും ഞാൻ നിങ്ങളെക്കാളും ചെറുതാണല്ലോ. ഞാൻ റിട്ടയർ ആവണമെങ്കിലും എനിക്കത്ര വയസ്സൊന്നും ആയിട്ടൊന്നുമില്ല. അഥവാ എന്റെ ജോലിക്ക് അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ജീവനുള്ള കാലം വരെയും ഞാൻ അധ്വാനിക്കും.